ഞാൻ ഡോക്ടർ ബൈജു പി, ജോസ്കോ ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റാണ്. ഇപ്പോൾ ന്യൂറോളജിയിൽ നമുക്ക് വരുന്ന പല അസുഖങ്ങളിൽ ഒന്ന് മെയിനായിട്ടുള്ള ഒരു അസുഖം എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക്, അതായത് പക്ഷാഘാതമാണ്. അപ്പോൾ അത് രണ്ട് രീതിയിൽ സ്ട്രോക്ക് വരാം. ഒന്ന് നമ്മുടെ തലച്ചോറിലെ രക്തക്കുഴലിൽ ബ്ലോക്കായിട്ട് വരാം, അല്ലെങ്കിൽ തലച്ചോറിലെ രക്തക്കുഴലിൽ പൊട്ടിയിട്ട് വരാം. അപ്പോൾ ഈ സ്ട്രോക്കിൻ്റെ സാധാരണ കാണുന്ന ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് നാക്ക് കുഴയുക, അല്ലെങ്കിൽ മുഖത്തെ ചിരി ഓടുക, മുഖത്ത് ഒരു വശം സൈഡിലോട്ട് കൂടിപ്പോവുക, ഒരു വശം കൈക്കും കാലിനും ബലക്കുറവ് വരിക, അല്ലെങ്കിൽ ബാലൻസ് പോവുക, തലകറക്കം വരിക, കാഴ്ച കുറഞ്ഞു പോവുക. അപ്പോൾ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ വരുവാണെങ്കിൽ ഉടനെ തന്നെ ഒരു ആശുപത്രിയിലോട്ട് വരണം. എന്താ വെച്ചാൽ ഈ ബ്ലോക്ക് കൊണ്ടാണ് വരുന്നത്. അതായത് 80% സ്ട്രോക്കും ബ്ലോക്കും കൊണ്ടാണ് വരുന്നത്. 20% മാത്രമാണ് ഈ ഹെമറേജ്, രക്തക്കുഴൽ പൊട്ടിയിട്ട് വരുന്നത്. അപ്പോൾ ഈ 80% വരുന്ന ബ്ലോക്ക് കൊണ്ട് വരുന്ന സ്ട്രോക്കിന് 4.5 മണിക്കൂറിനകം ആശുപത്രി വരുവാണെങ്കിൽ അലിയിച്ച് കളയാനുള്ള മരുന്നുകളുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അല്ല, ഒരു പരിധി വരെ അലിഞ്ഞു പോകുക. അത് ഈ സ്ട്രോക്ക് വരാനുള്ള മെയിൻ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രായമായവരിലും ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഒബിസിറ്റി, അമിതവണ്ണം, സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ. അപ്പോൾ സ്ട്രോക്ക് വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക. ഷുഗർ കൺട്രോൾ ചെയ്യുക, പ്രഷർ കൺട്രോൾ ചെയ്യുക, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുക, പിന്നെ എക്സസൈസ് ചെയ്യുക. നമ്മളെ ഫുഡിൽ ഓയിൽ, മധുരം അതൊക്കെ കുറച്ച് കൂടുതൽ പ്രോട്ടീനും ഫൈബർ ഡയറ്റ്സും അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുക. പിന്നെ ഒരിക്കൽ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും വരാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കണം. അത് ജീവിതകാലം മുഴുവൻ കറക്റ്റ് ഇത് കഴിക്കും. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഒരു പരിധി വരെ സ്ട്രോക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും.